അല്ല കല്യാണം ഇറ്റ്സ് ഓൾവേസ് നമ്മൾ തമാശ അല്ലാണ്ട് പറയാൻ കല്യാണം ഒരു സന്തോഷം തന്നെയാണ്. ഇറ്റ്സ് എ പാർട്ട്ണർ. ഒരാളും ഇവിടെ കൂട്ടിന് വരിക അല്ലേ. എത്ര നാളൊരു മുറിയിൽ ഒറ്റയ്ക്ക് കിടന്നിട്ട് ഒരാളെ കൂടെ കിടക്കാൻ കിടന്ന എത്രയോ വർഷം നമ്മൾ ഒറ്റയ്ക്ക് മുറിയിൽ കിടന്ന് ഇങ്ങനെ മാനത്ത് നോക്കി ഇങ്ങനെ കിടന്നു. സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ നമ്മൾ കിടക്കലൊക്കെ നമ്മള് ഉണ്ട്. ഇത് 9ാമത്തെ മോനാ. ഇവരുടെ മുകളിലുള്ളവരെല്ലാം കല്യാണം കഴിഞ്ഞു. പിന്നെ ഇത് കണ്ടല്ലേ നമ്മൾ ചെറുപ്പം മുതൽ കണ്ടു വളർന്നാണ്. എല്ലാവരും ഓരോ മുറിയിലേക്ക് കയറി പോണു. ഞാൻ മാത്രം ഒറ്റയ്ക്ക്. അപ്പൊ ആ വീട്ടിൽ എത്ര മുറിയാണ് ഓരോ മുറിയിലേക്ക് കയറി പോണെങ്കിൽ അത്ര വലിയ വീടായിരിക്കുമല്ലോ. എന്നിട്ട് അങ്ങനെ ഒരു കൂട്ടിന് വേണ്ടിയിട്ട് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അല്ല കല്യാണം ഇറ്റ്സ് ഓൾവേസ് ഗുഡ്, സന്തോഷമുള്ള കാര്യമാണ്. കല്യാണം ഓർക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ അത് സന്തോഷം മാറുന്നത് അത് ജീവിച്ചു അനുഭവിക്കുമ്പോഴാണല്ലോ അതിന്റെ അനുഭവം. ഇപ്പൊ എത്ര വർഷമായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കണം, അത് ആദ്യം ഒന്ന് പറഞ്ഞേ. ഞാൻ ഈ ഒരു ഒറ്റ ആക്കട കൂടെ തന്നെ 18 വർഷമായി. ലോങ് 18 ഇയേഴ്സ്. ഭയങ്കര വലിയ എങ്ങനെ 18 വർഷം കൊണ്ടുപോയി. 18 വർഷം എത്ര മധുരമായിട്ട് മുമ്പോട്ടേക്ക് പോയി എന്നാണ് ഉദ്ദേശിച്ചത്. അല്ല ഇപ്പൊ ഇതൊക്കെയാണെങ്കിലും ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോ പറയും, ഓ എന്റെ മനസ്സിൽ ലഡുപൊട്ടി. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് ആണല്ലോ. എന്നാൽ ഈ കല്യാണം എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെ കല്യാണം കഴിഞ്ഞവരെല്ലാവരും പറയും, എന്തിനാ വെറുതെ കെട്ടണേ, നിങ്ങൾക്ക് കെട്ടാതെ സൂചി ജീവിച്ചാൽ പോരെ. നമ്മൾ തമാശയിൽ പറയുന്ന ഒരു ഇതാണെങ്കിൽ പോലും അതിന്റെ ബാക്കിൽ ഒരു സ്വീറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്താം. പക്ഷെ എന്നാലും നമ്മുടെ ആദ്യം പറയുന്ന ആ ഒരു തമാശ രീതിയിൽ പറഞ്ഞാൽ എങ്ങനെയാണ് നിനക്ക് തോന്നുന്നത്? തമാശ രീതിയിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രോമി നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു പാർട്ട്ണർ വരിക, നമുക്ക് എല്ലാം ഷെയർ ചെയ്യാൻ, ഇടിക്കണമെന്ന് തോന്നുമ്പോ ഇടിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് വഴക്ക്. ഇപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പുറത്തുനിന്ന് എല്ലാരും നോക്കുമ്പോൾ ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിട്ട് പോകുന്നതാണെങ്കിലും ഭയങ്കരമായിട്ട് അടി ഉണ്ടാക്കും. അടിക്കാൻ കൂടുതൽ രണ്ടുപേരും മോശമല്ല, രണ്ടുപേരും വിട്ടുകൊടുക്കൂല. അല്ല ഞാൻ പറയണത് കാരണം നമ്മൾ രണ്ട് വ്യക്തികളാ. നമ്മള് ജീവിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതെല്ലാം ഞങ്ങൾ പറയാനുള്ളത് പറയും, വഴക്കുണ്ടാവും, അതൊക്കെയുണ്ട്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് തിരിച്ച് ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരിലേക്കും തിരിച്ചു വരണമെന്നുള്ളൊരു ബോധ്യമുണ്ട്. അതാണ് ഇത്. ഈ കല്യാണം കഴിക്കാൻ പോകുമ്പോ നമുക്ക് വരുന്ന ഒരാൾ, നിങ്ങളുടെ അറേഞ്ച്ഡ് മാരേജ് കൂടെ ആയിരുന്നല്ലോ, എന്നാലും എപ്പോഴും ആണിനാണേലും പെണ്ണിനാണേലും എൻ്റെ ഒരാൾ ഇങ്ങനെ ആയിരിക്കണം, അറ്റ്ലീസ്റ്റ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ട് എന്ന് ചിലർക്കുണ്ട്. ചിലർക്ക് ഒരുപാട് ലിസ്റ്റ് കാര്യങ്ങളുണ്ടാവും. ചിലർക്ക് അറ്റ്ലീസ്റ്റ് ഒരു കാര്യത്തിലെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുണ്ടാവും. അങ്ങനെ നോക്കിയാൽ നിനക്ക് എന്തായിരുന്നു ആഗ്രഹം? ഇല്ല, ഞാൻ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഞാൻ വെച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ നിതയുടെ ഉള്ളിൽ ഇങ്ങനെ സൽമാൻ ഖാന്റെ പോലെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഹിന്ദി ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. ഞാൻ ഏതോ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലൊക്കെ പുസ്തകം തോന്നുന്നു ഹിന്ദിയിൽ കവിതയൊക്കെ എഴുതി വെച്ചാണ് ഒരാള്. അപ്പൊ പുള്ളിക്കാരി ഹിന്ദി വളരെ സോഫ്റ്റ് ആയിട്ട് ഹായ് നിത ഇങ്ങനെ പറയുന്ന ആളെയൊക്കെയാണ് ഇവിടെ എക്സ്പെക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്.